ഒരു കാറിൻ്റെ ഹോണിയെ നോക്കിയിട്ട് അത് എത്രത്തോളം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. അതായത് യൂസ്ഡ് കാർ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ കിലോമീറ്റർ റോൾ ബാക്ക് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഓഡോമീറ്ററിലുള്ളതും നമ്മുടെ വണ്ടിൻ്റെ തേയ്മാനങ്ങളും തമ്മിൽ നോക്കിയിട്ട് നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ? ഞാൻ കുറച്ച് ടിപ്സ് കാണിച്ചു തരാം. ജസ്റ്റ് കാറിൽ ഡ്രൈവർ സീറ്റിലിരിക്കുക, എന്നിട്ട് വണ്ടി ടോട്ടലായിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി. കിലോമീറ്റർ ജെന്യൂൻ ആണോ അല്ലേ എന്നുള്ളത് സിമ്പിളായിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത് സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗിൽ എത്രത്തോളം തേയ്മാനം വന്നിട്ടുണ്ടെന്ന് നോക്കുക. അതായത് ലെതർ റാപ്ഡ് ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് കവർ ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ പ്ലെയിൻ ആയിരിക്കും. എന്തായാലും വണ്ടി യൂസ് ചെയ്യുന്നതിനനുസരിച്ച് തേയ്മാനം അവിടെ വരും. ഇത് ലെതർ ഫിനിഷ്ഡ് ആണ്. ഏത് സ്റ്റിയറിംഗ് ആണെങ്കിലും 1 lakh കഴിയാതെ ഇതിനങ്ങനെ തേയ്മാനങ്ങൾ വരില്ല. അപ്പോൾ നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മതി. അതായത് കിലോമീറ്ററിൽ ഇപ്പോൾ ഒരു 60,000 ഒക്കെ കാണിക്കുന്നുള്ളൂ, പക്ഷേ സ്റ്റിയറിംഗ് നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക ആ വണ്ടി 1 lakh അപ്പോൾ എന്തായാലും ഓടിയിട്ടുള്ള വണ്ടിയാണ്. സ്റ്റിയറിംഗ് റാപ്പ് ചെയ്യാനും അല്ലെങ്കിൽ സ്റ്റിയറിംഗ് കവർ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊന്ന് ഓപ്പൺ ആക്കി നോക്കാൻ പറ്റുന്ന രീതിയിലാണ്. സ്റ്റിച്ച് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ അത് നോക്കാം. ഇനിയിപ്പം അങ്ങനെ കവർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആദ്യമേ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അടുത്തത് നമുക്ക് ജസ്റ്റ് ഈ ഹോൺ പാഡിൻ്റെ ഏരിയ ഒന്ന് നോക്കിയാൽ മതി. അതായത് ഹോണ് ഒരു വണ്ടി യൂസ് ചെയ്യുമ്പം എന്തായാലും ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണല്ലോ ഹോണ്. സോ അതിലെത്രത്തോളം ഈ ഹോൺ പാഡിൽ എത്രത്തോളം തേയ്മാനം വന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കിയാൽ തന്നെ നമുക്ക് ആ വണ്ടീൻ്റെ യൂസ് മനസ്സിലാവും. ഇതിൽ അത്യാവശ്യം ഹാർഡായിട്ടുള്ളതാണ്, പക്ഷേ ഇത് യൂസ് ചെയ്യുന്നതോറും സോഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അതായത് എല്ലാ ഏരിയയിലും ഒരേ ഹാർഡ്നെസ് ഉണ്ടോ എന്ന് നോക്കുക. ചില ഏരിയയിൽ തേയ്മാനങ്ങൾ വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, അതല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഇത് റൺ ചെയ്തിട്ടുണ്ടാവും. ഒരു കാര്യം ആദ്യം തന്നെ പറയാം, ഇതിൽ കാണിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ കോമ്പണൻസും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്റ്റിയറിംഗ് കവർ ആണെന്നുണ്ടെങ്കിലും പെഡൽസിൻ്റെ പാഡാണെങ്കിലും അങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഗിയർ നോബ്, സ്വിച്ചസ് എല്ലാം നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുമായിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല, എന്നിരുന്നാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇതെല്ലാം റീപ്ലേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഓൾമോസ്റ്റ് ആ വണ്ടി അത്യാവശ്യം നല്ല കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് തേയ്മാനം വന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടാവുക. നെക്സ്റ്റ് നമുക്ക് സ്വിച്ചസ് നോക്കാം. ഇപ്പോൾ എ സിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതിൽ ആക്ച്വലി ടച്ച് പാനലാണ് വരുന്നത്. എന്നാലും നമുക്കിവിടെ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. അതായത് ഇപ്പം ബ്ലോവറിൻ്റെ സ്പീഡ് കൺട്രോൾ ആണെങ്കിലും പിന്നെ എ സി റിലേറ്റഡ് ചെയ്തിട്ടുള്ള ടെമ്പറേച്ചറിൻ്റെ ആണെങ്കിലും ഇതൊക്കെ അത്യാവശ്യം നല്ല തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല റൺ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഇതും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പവർ വിൻഡോൻ്റെ സ്വിച്ചസ് ആണെന്നുണ്ടെങ്കിലും പുഷ് ബട്ടൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിലും അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഡെയിലി ഡ്രൈവിൽ യൂസ് ചെയ്യുന്നുണ്ടോ ആ ഭാഗങ്ങൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്താൽ തന്നെ നമുക്കത് ഒരുപാട് കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നോക്കുന്നത് തേയ്മാനങ്ങൾ റിലേറ്റ് ചെയ്തിട്ടാണ്. സോ എത്രത്തോളം തേയ്മാനം ഉണ്ടോ അത്രയും വണ്ടി യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് മീൻ ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സീറ്റ് കവർ നോക്കാം, അതേപോലെ ഡോർ പാനൽ നോക്കാം, ആംറെസ്റ്റ് നോക്കാം. ഇതെല്ലാം നോക്കിയാലും തേയ്മാനങ്ങൾ നമുക്ക് പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീരെ നീറ്റല്ല, അതല്ല നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വിയർ ആൻഡ് ടയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്ത വണ്ടിയാണെന്ന് മനസ്സിലാവും. അത് ചിലപ്പം കിലോമീറ്റർ റൺ ചെയ്തോണമെന്നില്ല, നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ തേയ്മാനം വരുന്നത്. ഇപ്പോൾ ഈ ഗിയർ നോബിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി റീപ്ലേസ് ചെയ്തതാണ്. ഈ റീപ്ലേസ് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവിടെയും ഈ കാര്യം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇനിയാണ് മെയിൻ കാര്യം. ജസ്റ്റ് വണ്ടിയിൽ കയറുന്ന മുന്നേ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഫുഡ് പെഡൽസ് ഒന്ന് നോക്കിയാൽ മതി. അതായത് ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച് പാഡുകൾ റീപ്ലേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് എന്തായാലും അത്യാവശ്യം ഓടിയെന്ന് മനസ്സിലാക്കാം. ഇത് തേയ്മാനം വന്നതുകൊണ്ട് തന്നെ റീപ്ലേസ് ചെയ്യണമെന്നില്ല, വെറുതെ വേണമെന്നുണ്ടെങ്കിലും മാറ്റാൻ പറ്റും. കുറച്ചുകൂടെ നമുക്കൊരു എന്താ പറയുക അട്രാക്ഷൻ തോന്നുന്ന രീതിയിലേക്ക് മാറ്റാനും പറ്റും. എന്നാലും ഓൾമോസ്റ്റ് എല്ലാ കാറിലും ഇത് മാറുന്നത് മിക്കവാറും അതിൻ്റെ തേയ്മാനം കൊണ്ടായിരിക്കും. ഇപ്പോൾ ഈ കാറിൽ തന്നെ നോക്കിയാൽ മതി. ഇത് ഏകദേശം 1,85,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൊരു ജെന്യൂൻ കാറാണ്. അപ്പോൾ ഇതിൽ എത്രത്തോളം തേയ്മാനം വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി ഒരുപാട് രീതിയിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതായത് ഓഡോമീറ്ററിലുള്ള കിലോമീറ്ററും തേയ്മാനവും തമ്മിൽ ഒരു മാച്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ നോക്കേണ്ടതില്ലല്ലോ. കാരണം അത് റോൾ ബാക്ക് ചെയ്തതാണെന്നുള്ളത് ഉറപ്പിക്കാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് എന്ന് പറയും. അതായത് ഇപ്പം പല കമ്പനിക്കും പല ക്വാളിറ്റി ആയിരിക്കും. എന്നിരുന്നാലും ഒരു 1 lakh കിലോമീറ്റർ ഓടാതെ അല്ലെങ്കിൽ അത്രയും യൂസ് ചെയ്യാതെ ഈ കാര്യങ്ങളൊന്നും തേയ്മാനം വരില്ല. സോ നിങ്ങളൊരു കാർ എടുക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും കാർ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ എന്തായാലും റോൾ ബാക്ക് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയിൽ പോയിട്ട് കൊടുക്കാതിരിക്കട്ടെ.